ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം ഈ വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് നമുക്കറിയാം 20 മാർക്ക് ഉണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും മലയാളവും. സോ ഇതിന് വേണ്ട പ്രയോറിറ്റി കൊടുത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് PYQs ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം നമുക്ക് ചോദ്യങ്ങളിലൂടെ തന്നെ പഠിക്കാം. ഒരു ബുക്കും പെന്നും എടുക്കുക, എന്നിട്ട് അറിയാത്ത പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇത് 2025 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. അപ്പോൾ നോക്കിക്കേ, ഷുഡ് ഐ ഉണ്ട്, ആറിൻ്റെ ഐ ഉണ്ട്, ആം ഐ ഉണ്ട്. ഇനി ബാക്കിയെല്ലാം നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ അവിടെ ഷുഡ് ഐ എന്തായാലും വരില്ല നമുക്കറിയാം അല്ലെ. ഷുഡ് ഐ സപ്പോസ് ടു അത് വരില്ല. സോ ദിസ് ഇസ് റോങ്. ഷുഡ് ഐ എന്തായാലും വരില്ല, കാരണം ഷുഡ് ഐയുടെ കൂടെ ഷുഡ് ഐ സപ്പോസ് ടു എന്ന് വരുന്നത് ശരിയല്ല. സോ നമുക്ക് അത് വെട്ടാം അല്ലെ. സോ 1 വരുന്ന ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാൻ പറ്റും, കാരണം അത് തെറ്റാണ്. ഇനിയുള്ളത് ആറിൻ്റെ ഐയും ആം ഐയും ആണ്. അതിനകത്ത് ആം ഐ എന്ന് പറയുന്നത് നമുക്ക് ഷുവർ ആണ്. ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ നമ്മൾ കണ്ണും പൂട്ടി പറയുന്ന ഒരു പോയിന്റ് ആണ് ആം ഐ. ഓക്കെ, അത് കറക്റ്റ് ആണ്. സോ 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. എന്നാൽ ഇവിടെ 2 കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഓപ്ഷൻ ഡി അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഇനി നോക്കിക്കേ, ബാക്കിയുള്ളത് ആറിൻ്റെ ഐ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആം ഐ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ആറിൻ്റെ ഐ ആണ്. അത് പോസിബിൾ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആറിൻ്റെ ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആം ഐ എന്ന് വെച്ചാൽ അവിടെ ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂണിൽ ഉള്ളിൽ ഞാൻ ഈ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ, ചെയ്യേണ്ടതാണ്. അതാണ് അവിടുത്തെ പോയിന്റ്, ചെയ്യേണ്ടതാണ് അല്ലെ. ഇനി തിരിച്ച് ആറിൻ്റെ ഐ വരുമ്പോഴോ ചെയ്യേണ്ടതല്ലേ. മനസ്സിലായോ? ശരിക്കും ഇവിടെ ആറിൻ്റെ ഐയും പോസിബിൾ ആണ്, ആം ഐയും പോസിബിൾ ആണ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. കൃത്യമായിട്ട് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് അറിയാം. ആദ്യമായിട്ട് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ഇവിടെ ആറിൻ്റെ ഐയും കറക്റ്റ് ആണ്, ആം ഐയും കറക്റ്റ് ആണ്. കാരണം അവിടെ അല്ലേ ആണോ, ഞാനിത് ഉച്ചയ്ക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ് ആം ഐ വെച്ച് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതേസമയം ഞാനിത് ഉച്ചയ്ക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് ആറിൻ്റെ ഐ വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ ആറിൻ്റെ ഐയും ആം ഐയും ഇവിടെ കറക്റ്റ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ബോത്ത് 2 and 3. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ളൊരു അഡാപ്റ്റേഷൻ ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിനെ കാണുക. ആം ഐയും ആറിൻ്റെ ഐയും കറക്റ്റ് ആണ്. ഓക്കെ, തെറ്റിയൊരു കുഴപ്പമില്ല, പഠിച്ചാൽ മതി. ഇത് 2025 ചോദിച്ച ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രപ്പോസിഷൻ ആണ്. സോ പ്രപ്പോസിഷൻ വരുമ്പോൾ ഓഫ്, അഗെയിൻസ്റ്റ്, ഫോർ, ഫ്രം. ഇതിൽ ഏതിൽ നിന്നാണ് അല്ലെ ഏതാണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്? സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഡാഷ് ബാഡ് കമ്പനി. എന്ത് വരും? യെസ്, റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, അതിൽ നിന്നും വിട്ടു നിൽക്കുക. അപ്പൊ റിഫ്രെയിൻ്റെ കൂടെ ഫ്രം ആണ് വരിക. ഈ പ്രപ്പോസിഷൻ്റെ ഒരു കുഴപ്പം എന്താ, കുറച്ചധികം വാക്കുകളുണ്ട് നമുക്ക് കൺഫ്യൂസ് ആവുന്നത്. അപ്പോൾ ഈ ഫ്രമ്മിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പൊ നോക്കിക്കേ, റിഫ്രെയിൻ ഫ്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ ഫ്രം, പ്രിവെന്റ് ഫ്രം, പ്രൊട്ടക്ട് ഫ്രം, പിന്നെന്താണ് അങ്ങനെ ഡിസ്ട്രാക്ട് ഫ്രം. കണ്ടോ, ഈ വാക്കുകളുടെ കൂടെയൊക്കെ നമ്മൾ ഫ്രം യൂസ് ചെയ്യുക. അതായത് അതിൽ നിന്നും എന്നർത്ഥം വരുമ്പോൾ അല്ലെ, അതായത് ഇവിടെ ബാഡ് കമ്പനിയിൽ നിന്നും റിഫ്രെയിൻ ചെയ്യുക. അതേപോലെ തന്നെ അബ്സ്റ്റെയിനും അതിൽ തന്നെ എന്തിൽ നിന്നെങ്കിലും. അപ്പൊ അവിടെ നിന്നും എന്നർത്ഥം വരുന്ന പദങ്ങളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്രം ഉപയോഗിക്കാം. സോ സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു റിഫ്രെയിൻ ഫ്രം ബാഡ് കമ്പനി, ഫ്രം ബാഡ് കമ്പനി. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്രം ആണ്. ഫ്രം എന്ന് വെറുതെ മാത്രം പറഞ്ഞാൽ പോരാ, അതിനോടൊപ്പം വരുന്ന വാക്കുകൾ, ഈ വാക്കുകൾ മാത്രമല്ല ഒരുപാട് വാക്കുകളുണ്ട്. സോ അതിൽ നിന്നും എന്നർത്ഥം വരുന്ന വാക്കുകളോടൊപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫ്രം ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്. എന്താണ് വരിക? എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സ്ട്രൈക്ക്.
ഇവിടെ ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുന്നതിന് ബേസിക്കലി 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്. എന്താണ് ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്? എന്താണ് ഓക്സിലറി വെർബ് എന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈസ്, വാസ്, ആർ, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, പിന്നെന്താണ് വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇതെല്ലാം 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതല്ല സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മളൊരു പ്രോനൗൺ ആഡ് ചെയ്യണം. സർവനാമം, പ്രോനൗൺ. അപ്പൊ ഇത് 3 വെച്ചാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യേണ്ടത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലെ? സോ ഓക്സിലറി വെർബ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഡയറക്ട്ലി തന്നിട്ടില്ല. അങ്ങനെ ഡയറക്ട്ലി തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ആണ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേർബ് ആണ്. മനസ്സിലായോ? ഈ വേർബിനെ ശ്രദ്ധിച്ചേ. വേർബ് എന്ന് പറയുന്ന പാർട്ടിസിപ്പേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റ് ടെൻസ് ആണെന്നുണ്ട് എങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് അവിടെ വേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഡിഡ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്സിലറി വെർബിനെ നമ്മൾ കണ്ടുപിടിച്ചു, ഡിഡ് ആണെന്ന് ഉറപ്പിച്ചു. ഇനി ഓക്സിലറി വെർബ് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഓക്സിലറി വെർബ് നെഗറ്റീവ് ആയിരിക്കണം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, a few workers participated in the strike. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ഫ്യൂ വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, അല്ലെ? അതായത് നമുക്ക് 2 തരം വാക്കുകളുണ്ട്. എ ഫ്യൂ ഉണ്ട്, ഫ്യൂ ഉണ്ട്. അതുപോലെ തന്നെ എ ലിറ്റിൽ ഉണ്ട്, ലിറ്റിൽ ഉണ്ട്. മനസ്സിലായോ? ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ് കുട്ടികൾക്ക്. അത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു എ അധികം ഉള്ളത്, എ കൂടുതലുള്ളത് പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ഇപ്പൊ a few എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടെന്നല്ല, നമ്മൾ പറയില്ലേ പേരിന് എന്തോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ചെന്തോ, അതാണ് a few എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒട്ടുമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് എ ലിറ്റിൽ, എന്തോ ഇച്ചിരി പേരിനുണ്ട്. ലിറ്റിൽ എന്ന് പറഞ്ഞാലോ ഒട്ടുമില്ല. സോ a few, few, a little, little. ഇതിനകത്ത് ഈ എ വരുന്ന സാധനങ്ങൾ രണ്ടും പോസിറ്റീവ് ആണ്. സോ ഇവിടെ വന്നിരിക്കുന്നത് എ ആണ്, a few ആണ്. സെന്റൻസിൽ വേറെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല. സോ സെന്റൻസ് ഇസ് പോസിറ്റീവ്. അപ്പൊ ടാഗ് എങ്ങനെയായിരിക്കണം? ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സോ ഡിഡിന്റെ നെഗറ്റീവ് എന്താണ്? ഡിഡിന്റ് ആണ്. ഡിഡിന്റെ നെഗറ്റീവ് ഡിഡിന്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ റൂൾ ആണ് ഇതിന് പ്രോനൗൺ ആഡ് ചെയ്യാന്ന് പറയുന്നത്. സോ a few workers, അപ്പൊ കുറച്ചധികം പേരുണ്ട്. സോ ദേ ആയിരിക്കണം, അല്ലെ? സോ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിന്റ് ദേ ആണ് ആൻസർ ആയിട്ട് വരിക. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി ഫ്യൂവും ലിറ്റിലും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് കുറച്ച് പേർക്ക് അറിയാമോ? സംശയം ഉണ്ടാവും. അതായത് ഫ്യൂ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുടെ കൂടെ, ഫോർ എക്സാമ്പിൾ പെൻസിൽ നിങ്ങൾക്ക് എണ്ണാം, പേന നിങ്ങൾക്ക് എണ്ണാം, ഇതൊക്കെ എണ്ണാൻ പറ്റും. അങ്ങനെ കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ ഫ്യൂ ഉപയോഗിക്കുക. എണ്ണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, എണ്ണാൻ പറ്റാത്ത ആൾക്കാർ, ഇപ്പം ഓയിൽ, വാട്ടർ, റൈസ്, ഷുഗർ, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ അൺകൗണ്ടബിൾ ആണ്. അതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഈ എ ലിറ്റിലും ലിറ്റിലും ഒക്കെ ഉപയോഗിക്കുക. അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ഇൻഫർമേഷൻ ആയിട്ട്. അപ്പൊ ഇവിടെ ഡിഡിന്റ് ദേ വന്നു. ഇനി സപ്പോസ് ഈ സെന്റൻസിൽ എ ഇല്ല എന്ന് വിചാരിക്കും. സെയിം പ്രോസസ്സ് തന്നെ, ഡിഡ് ആണ്, പാർട്ടിസിപ്പേറ്റഡ് വന്നു, ഡിഡ് വന്നു, പക്ഷെ ഫ്യൂ വർക്കേഴ്സ് ആണ്. ഫ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? സെന്റൻസ് നെഗറ്റീവ് ആണ്, അല്ലെ? സെന്റൻസ് നെഗറ്റീവ് ആണ്, കാരണം ഫ്യൂ ഇസ് നെഗറ്റീവ്, ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഡിഡ് ദേ വരണം. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അവിടെ എന്ത് വരണം? ഡിഡ് ദേ വരണം. മനസ്സിലായോ? സോ ഇതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് ഓർത്ത് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വേർ ഇസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ കുറേ അധികം ഉണ്ട് പഠിക്കാൻ. അങ്ങനെ ഒന്നും ചിന്തിക്കണം. അതിന് ടിപ്സ് ഉണ്ട്. ഒരു 10-13 ടിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പൊ വേർ ഇസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, അല്ലെ? ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ എന്ത് വേണം? അവിടെ ടെൻസ് ചേഞ്ച് വരണം. അപ്പൊ നിങ്ങൾ ടെൻസ് പഠിക്കണം? വേണ്ട. ടെൻസ് ചേഞ്ച് വരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈസ് വന്നാൽ വാസ് ആവണം, ആർ വന്നാൽ വേർ ആവണം, ഹാസോ ഹാവോ വന്നാൽ ഹാഡ് ആവണം, ഡുവോ ഡസോ വന്നാൽ ഡിഡ് ആവണം,
വില്ല് വന്നാൽ വുഡ് ആവണം, ക്യാൻ വന്നാൽ കുഡ് ആവണം, ഷാൽ വന്നാൽ ഷുഡ് ആവണം. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമാണ് അവിടെ ടെൻസ് ചേഞ്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, പിന്നെ പറഞ്ഞുതരാം. അതായത് സിമ്പിൾ പാസ്റ്റും അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് തമ്മിലുള്ള ബന്ധം അത് നമുക്ക് പറഞ്ഞുതരാം. ഏതായാലും വെർ ഇസ് ദി ബസ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ദ യങ് മാൻ ആസ്ഡ് വരും അല്ലെ, അല്ലെങ്കിൽ എൻക്വയർഡോ ആസ്ഡോ എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഈസ് എന്താവണം? ഈസ് വാസ് ആവണം. അതാണ് പോയിന്റ് നമ്പർ 1. ഈസ് എന്താവണം? വാസ് ആവണം. സോ ഇവിടെ എന്താ? ഈസും ഇല്ല, വാസും ഇല്ല. സോ ദിസ് ഇസ് റോങ് അല്ലെ. ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ വാസ് ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. സോ ഇതും നമ്മൾ വെട്ടി. ഇനി നമുക്ക് എയിലും സിയിലുമാണ് കൺഫ്യൂഷൻ കിടക്കുന്നത്. ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കൃത്യമായിട്ടൊരു കാര്യം പഠിക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, വേർ ഇസ് ദ ബസ് സ്റ്റാൻഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നിർബന്ധമായിട്ടും ആര് വരണം? സബ്ജക്റ്റ് വരണം. ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ആര് വരണം? സബ്ജക്റ്റ് വരണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാ? വാട്ട് ഇസ് യുവർ നെയിം അല്ലെങ്കിൽ വേർ ഇസ് ദി ബസ് സ്റ്റാൻഡ്. ആ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഓക്സിലറി വെർബാണ് അല്ലെ. അങ്ങനെയല്ലാതെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് വരണം. എപ്പോ? ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ. അപ്പൊ ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ കണ്ടോ, വേർ വാസ് ദി ബസ് സ്റ്റാൻഡ്, അത് തെറ്റാണ്. അതേസമയം വേർ ദ ബസ് സ്റ്റാൻഡ് വാസ്, അതാണ് ശരി. മനസ്സിലായോ? വേർ ദി ബസ് സ്റ്റാൻഡ് വാസ്. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദി ബസ് സ്റ്റാൻഡ് വാസ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് വരണം. നിർബന്ധമായിട്ടും എന്ത് വരണം? സബ്ജക്റ്റ് വരണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് ഒന്നും ടെൻഷൻ അടിക്കണം, നമുക്ക് എലിമിനേഷനിലൂടെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ കഥ മുഴുവൻ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സിംഗർ പെർഫോംഡ് ഡാഷ്. ഓക്കെ, ദ സിംഗർ പെർഫോംഡ് ഡാഷ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമാണ്, അതായത് അതിന് മുമ്പത്തെ പ്രാവശ്യങ്ങളിൽ നമുക്കിത് അഡ്ജക്റ്റീവ്സിന് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മളൊരു ഭംഗി നോക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളെല്ലാം ഉത്തരം കൊടുത്തത്. പക്ഷെ ഇത് നോക്കിക്കേ, ഇവിടെ 3 കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റ് ദി കൺസേർട്ട് ഉണ്ട്, ഫോർ ടുവേഴ്സ് ഉണ്ട്, മെലോഡിയസ്ലി ഉണ്ട്. ഈ 3 വാക്കുകളെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിലെന്താണ് കറക്റ്റ് ആൻസർ? എന്തുകൊണ്ടാണ് അത് വന്നത്? ആദ്യം തന്നെ ഈ 3 വാക്കുകൾ എന്താണെന്നൊന്ന് പറയാമോ? ഈ 3 വാക്കുകൾ എന്താണ്? ഈ 3 വാക്കുകൾ എന്ന് പറയുന്നത് ഇത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? സിംഗറിനെയാണോ വിശേഷിപ്പിക്കുന്നത്? അല്ല, അയാൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അല്ലെ. ഈ പെർഫോംഡ് എന്ന ഈ ഒരു വാക്കിനെയാണ് ഈ 3 വാക്കുകൾ വിശേഷിപ്പിക്കുന്നത്. സോ പെർഫോം എന്ന വാക്ക് വെർബ് ആണ്, അതിനെ വിശേഷിപ്പിക്കുന്ന ഈ വാക്കുകൾ ആഡ്വേർബ്സ് ആണ്. ഈ ആഡ്വേർബ്സിനെ ഒന്നിലധികം ആഡ്വേർബ്സ് വന്നാൽ അതിനെ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ആ ഓർഡർ നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. ഇതാണ് ആ കോഡ്. MPFTP പ്രോട്ടോകോൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. FTP പ്രോട്ടോകോൾ എവിടേക്കോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. സോ MPFTP പ്രോട്ടോകോൾ അറിഞ്ഞിരിക്കണം. അതാണ് അതിന്റെ ഒരു കോഡ്. ഇനി M എന്താന്ന് പറഞ്ഞാൽ ആഡ്വേർബ് ഓഫ് മാനർ. ഓക്കെ, ആഡ്വേർബ് ഓഫ് മാനർ. എന്താണ് ഈ ആഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്? അതായത് എങ്ങനെ ചെയ്തു. ഇപ്പൊ ഇവിടെ എന്താണ് ആഡ്വേർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാല്? നന്നായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. സോ മെലോഡിയസ്ലി ആണ് ഇവിടുത്തെ എന്ത്? ആഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. സോ MPയിലെ M എന്ന് പറയുന്നത് ആഡ്വേർബ് ഓഫ് മാനർ. P എന്തായിരിക്കും? എവിടെ, പ്ലേസ്. മനസ്സിലായോ? ആഡ്വേർബ് ഓഫ് പ്ലേസ്, എവിടെ എന്ന ചോദ്യമാണ് P വരുന്നത്. സോ M ഇസ് എന്താണ്? ആഡ്വേർബ് ഓഫ് മാനർ. P ഇസ് ആഡ്വേർബ് ഓഫ് പ്ലേസ്. F എന്താണ്? ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. ഇപ്പൊ ഇത്ര ആവർത്തി പോവുക അല്ലെങ്കിൽ ഇത്ര ആവർത്തി ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഫ്രീക്വൻസി. TO ആഡ്വേർബ് ഓഫ് ടൈം. ആൻഡ് ലാസ്റ്റ് വൺ P ആഡ്വേർബ് ഓഫ് പേർപ്പസ്. മനസ്സിലായോ? സോ MPFTP പ്രോട്ടോകോൾ അറിഞ്ഞിരിക്കണം. M എന്താണ്? മാനർ ഓഫ് അല്ലെങ്കിൽ ആഡ്വേർബ് ഓഫ് മാനർ. അടുത്തത് ആഡ്വേർബ് ഓഫ് പ്ലേസ്, ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വേർബ് ഓഫ് ടൈം ആൻഡ് ഫൈനലി ആഡ്വേർബ് ഓഫ് പേർപ്പസ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആദ്യം വരേണ്ടത് ആഡ്വേർബ് ഓഫ് മാനർ ആണ്. എങ്ങനെ പാടി? മനോഹരമായിട്ട് പാടി, മെലോഡിയസ്ലി പാടി. സോ മെലോഡിയസ്ലി വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ, ബാക്കി 2 ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി അടുത്തത് പ്ലേസ് ആണ് വരേണ്ടത്. എവിടെ, എവിടെ വെച്ച് പാടി? എവിടെ വെച്ചാ പാടിയത്? അറ്റ് ദി കോൺസേർട്ട്. സോ ഇതും തെറ്റാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മെലോഡിയസ്ലി അറ്റ് ദി കോൺസേർട്ട് ഫോർ 2 hours. ആഡ്വേർബ് ഓഫ് ടൈം ആയിട്ട് വരുന്നത് ഫോർ 2 hours ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി.
മനസ്സിലായോ? ഇത് പല കുട്ടികളും ഭംഗി നോക്കിയാണ് ഫില്ല് ചെയ്തത്. ഭംഗി നോക്കി ഫില്ല് ചെയ്താൽ നമുക്ക് വീണ്ടും തെറ്റും. ഇതേപോലെ തന്നെ എവിടെയും നിങ്ങൾ പഠിക്കുന്നുണ്ട് അഡ്ജക്റ്റീവ്സ്, ദോഷാസ് കോംബോ വെച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് കോഡ്. സോ ഇതുപോലെ കോഡുകൾ വെച്ച് പഠിക്കുക. അല്ലാതെ ഈ കഥ മുഴുവൻ നമ്മൾ എന്താ പറയുക ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പാടാണ്. സോ ഇതിനൊക്കെ നമുക്കൊരു കോഡുകളുണ്ട്. ഈ കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചാൽ ഏതൊരു എക്സാമും വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് 20 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടോപ്പിക്കും പഠിച്ചേ പറ്റുള്ളൂ. ഒരു ടോപ്പിക്കും അവിടെ വിടാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ 2025 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള വിഷയങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ ആദ്യമായിട്ട് PSC എക്സാംസ് എഴുതുന്ന കുട്ടികളുണ്ട്. 2026 കിടക്കുമ്പോൾ ഒത്തിരി പേര് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട്. സോ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജി MEM സ്ട്രാറ്റജിയാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഡിഗ്രി പ്രിലിംസിന് 50 മാർക്ക് ഈ 3 സബ്ജക്റ്റിൽ നിന്ന് കിട്ടും. നമ്മുടെ കട്ട് ഓഫ് എപ്പോഴെങ്കിലും 50 മാർക്കിന് മേലെ പോയിണ്ടോ? എന്നാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്നും GKയിൽ നിന്നും ഉള്ള ഭാഗങ്ങളെല്ലാം പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിലിംസിൽ സേഫ് ആക്കാൻ പറ്റുന്ന 3 വിഷയങ്ങളുണ്ട്. സോ ഇത് നിങ്ങളുടെ പഠനത്തിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യണം. സോ MEM സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ പഠനം മുന്നോട്ട് പോകുന്നത്. CCയുടെ ഡിഗ്രി പ്രിലിംസ് ബാച്ചിലെ നമ്മളുടെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മിറാക്കിൾ ബാച്ചൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയത്. അപ്പം കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം മിറാക്കിൾ ബാച്ചില്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മളുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമുക്ക് ആപ്പിലുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ടൈം ടേബിൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടൈം ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് എന്താ പറയുക എക്സാംസ് നടത്തുന്നുണ്ട്. ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് തന്നെ ആയിക്കോട്ടെ അത് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന് എക്സ്ക്ലൂസീവ് മെന്റേഴ്സ് ഉണ്ട്. ഈ മെന്റേഴ്സ് എല്ലാം റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇതിൻ്റെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. ഈ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പിലൂടെ പഠിച്ച ഭാഗങ്ങൾ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ട് അധ്യാപകരോടൊപ്പമാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നത്. വേറെ ആരോടൊപ്പം? അധ്യാപകരോടൊപ്പം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഫാക്ട്സിലേക്ക് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് കുറച്ചും കൂടി കൃത്യമല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനും സഹായിക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മൾ ലൈവ് ക്ലാസ്സസ് എല്ലാം ആരംഭിക്കുകയാണ്. ടൈം ടേബിൾസ് എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇങ്ങ് വിളിച്ചോളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I express my strong desire to learn dash kayaking dash canyoning to know the difference. അതായത് ഞാൻ ഈ 2 കാര്യങ്ങൾ പഠിക്കാനുള്ള എൻ്റെ ഇൻട്രസ്റ്റിനെ എക്സ്പ്രസ് ചെയ്തു. എന്തിനാണ് പഠിക്കുന്നത്? രണ്ടിന്റെ ഡിഫറൻസ് അറിയാനാണ്. അപ്പൊ ഡിഫറൻസ് അറിയണമെങ്കിൽ രണ്ടും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരാ അല്ലെ? അപ്പൊ എയ്തർ ഓർ പറ്റുമോ? പറ്റില്ല. നെയ്തർ ഓർ പറ്റുമോ? പറ്റില്ല. എന്തേ പറ്റുള്ളൂ? ബോത്ത് ആൻഡ്. ഐ എക്സ്പ്രസ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ബോത്ത് കയാക്കിംഗ് ആൻഡ് കാനിയങ് ടു നോ ദി ഡിഫറൻസ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ എയ്തർ ഓർ ഇടാനുള്ള ടെൻഡൻസി കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം കൂടുതലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years അല്ലെ? നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമാകും അല്ലെ? ഇവിടെ ടെൻസ് ആണ് നമ്മുടെ ടോപ്പിക് അല്ലെ? ടെൻസ് ആണ് നമ്മുടെ ടോപ്പിക്. ഈ ടെൻസിൽ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത് കീവേഡ് വെച്ചിട്ടാണ്. കീവേഡ് വെച്ചിട്ട് എന്താണ് ഇവിടുത്തെ കീവേഡ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നെക്സ്റ്റ് ഇയർ അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിനെ ബൈ നെക്സ്റ്റ് ഇയർ എന്ന് ചിന്തിച്ചു നോക്കാം അല്ലെ? അപ്പൊ നെക്സ്റ്റ് ഇയറോട് കൂടി ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമാകും. അതായത് ഫ്യൂച്ചർ ആണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഐ വിൽ പ്ലേ എന്നുള്ളത് തെറ്റാണ് അല്ലെ? ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമാവും. അതിന്റെ അർത്ഥം വായിച്ച് നിർത്തുവാണ് എന്നല്ല അല്ലെ? വായിച്ച് നിർത്തുവാണെന്നുണ്ട് എങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ ഹാവ് ബീൻ പ്ലേഡ് പോട്ടെ അല്ലെ? വിളിച്ച് നിർത്തുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി പറയാം. ഫോർ എക്സാമ്പിൾ വിൽ ഹാവ് പ്ലേഡ് എന്ന് പറയാം. അതല്ല, വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു, ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ടൈം പറയുന്നു, അതിനുശേഷവും കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. എന്തിൽ പറയണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം വിൽ ഹാവ് ബീൻ പ്ലേയിങ് ആണ് അവിടെ വരിക. അപ്പൊ അല്ലാത്തൊരു കേസ് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ഞാൻ പറയാണ് അടുത്ത മാസം ആകുമ്പോഴത്തേക്കും എൻ്റെ ക്ലാസ് തീരും എന്ന് പറയുവാണെന്ന് വിചാരിക്കും. സോ ബൈ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ ക്ലാസ്സസ്. അതെന്തുകൊണ്ട് അവിടെ ഐ വിൽ നോട്ട് ഹാവ് ബീൻ എന്നൊന്നും ഉപയോഗിക്കാത്ത? വേറൊന്നും കൊണ്ടല്ല, അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യും.
സോ ഫ്യൂച്ചറിൽ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ഷൻ, ഫ്യൂച്ചറിൽ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ഷൻ ഞാൻ എന്തിൽ പറയുന്നു? ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പറയുന്നു. ഇനി ഫ്യൂച്ചറിൽ ഒരു ടൈമിനുള്ളിൽ അപ്പോഴും ചെയ്യും, അതിനുശേഷവും ചെയ്യും. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, അല്ലെങ്കിൽ അടുത്ത മാസം ഇത്ര വർഷമാകും, അത് കഴിഞ്ഞാലും ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ ആ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യല്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എന്തിൽ പറയാൻ പറ്റണം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റണം. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിൽ ഹാവ് ബീൻ പ്ലേയിങ്. സോ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഗിറ്റാർ ഫോർ 20 years. സോ 2026 നിങ്ങൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ട. ഇങ്ങ് പോന്നോളൂ. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ചസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യുക 8590202323. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.